അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൂള് നോക്കാം. ഫിഫ്ത്ത് റൂള്. യെസ്, ഫിഫ്ത്ത് റൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ കണ്ടു അല്ലേ. അതായത് 2 സബ്ജക്റ്റ് ഉണ്ട്, 2 സബ്ജക്റ്റിൻ്റെ കൂടെയും ഓരോരോ ആർട്ടിക്കിൾസ് വീതം ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ആർട്ടിക്കിൾസ്, അതായത് ഇപ്പോൾ ദ കളക്ടർ ആൻഡ് ദ മിനിസ്റ്റർ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിന് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും? പ്ലൂറലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ 2 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ ആദ്യത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം നമുക്ക് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സെയിം റൂളാണ് നമ്മൾ ഇവിടെയും പറയാൻ പോണത്. നേരത്തെ പറഞ്ഞ റൂളിൽ ആർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ പൊസസീവ് ഡിറ്റർമിനർ ആണ്. പൊസസീവ് ഡിറ്റർമിനർ. യെസ്, പൊസസീവ് ഡിറ്റർമിനർ ഉണ്ട്, സബ്ജക്റ്റ് 1 ഉണ്ട്, പ്ലസ് ആൻഡ് എഗെയിൻ നമുക്കൊരു പൊസസീവ് ഡിറ്റർമിനർ ഉണ്ട്, സബ്ജക്റ്റ് 2 ഉണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മുടെ സബ്ജക്റ്റ് എന്തായിരിക്കും? നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കും? വെർബ് പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അതേപോലെ വെർബ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ പ്രൊനൗൺ സിംഗുലർ ആയിരിക്കും, വെർബ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ പ്രൊനൗൺ പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ വെർബ് പ്ലൂറൽ ആണ്. സോ നമ്മുടെ പ്രൊനൗൺ എന്തായിരിക്കും? നമ്മുടെ പ്രൊനൗൺ വന്നാൽ അതും പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായല്ലോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. My brother and my father are going to meet my brother, father വേണ്ട, my sister എന്ന് കൊടുക്കാം. My brother and my sister are going to meet their auntie uncle ആരെങ്കിലും അല്ലേ? യെസ്, their uncle എന്ന് വേണമെങ്കിൽ കൊടുക്കാം. their uncle, going to meet their uncle. ഇവിടെ നോക്കിക്കോളൂ, മൈ എന്ന് പറയണത് എന്താണ്? മൈ എന്ന് പറയണത് പൊസസീവ് ഡിറ്റർമിനർ. നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് പ്രൊനൗൺസിൻ്റെ ചാപ്റ്റർ അല്ലേ. പ്രൊനൗൺസിൻ്റെ ചാപ്റ്റർ പറഞ്ഞ സമയത്ത് നമ്മൾ പൊസസീവ് പ്രൊനൗൺസും അതേപോലെ പൊസസീവ് ഡിറ്റർമിനേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഏതൊക്കെയായിരുന്നു പൊസസീവ് ഡിറ്റർമിനേഴ്സ്? മൈ, യോർ, ഹിസ്, ഹെർ, പിന്നെന്താണ്? ഇറ്റ്സ്, their, whose. ഇതാണ് നമ്മുടെ പൊസസീവ് പ്രൊനൗൺസ്. ഇതാണ് പോലെ യെസ്, അവർ, മൈ, യോർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, അതേപോലെ ഹൂസ് ആണ് നമ്മുടെ പൊസസീവ് ഡിറ്റർമിനേഴ്സ് അല്ലേ. അപ്പോൾ ഈ പൊസസീവ് ഡിറ്റർമിനേഴ്സ് ഉണ്ടെങ്കിൽ 2 സബ്ജക്റ്റ് ഉണ്ട്, രണ്ടിൻ്റെ കൂടെയും ഓരോരോ പൊസസീവ് ഡിറ്റർമിനർ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ എങ്ങനെ കൺസിഡർ ചെയ്യും? പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. സോ മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ എന്ന് പറയുമ്പം ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഓൾ ടുഗദർ, അത് പ്ലൂറലായി. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ ഒബ്വിയസ്ലി നമ്മുടെ വെർബും എന്തായിരിക്കും? നമ്മുടെ വെർബും നമുക്ക് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ പ്രൊനൗൺ എന്തായിരിക്കും? നമ്മുടെ പ്രൊനൗണും പ്ലൂറൽ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ദെയർ വന്നത്. മനസ്സിലായല്ലോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. മൈ ടീച്ചർ ആൻഡ് my principal is has gone to attend his school's annual day function. Yes, his annual day function. നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ എറർ സ്പോട്ടിങ്ങിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടുത്തെ എറർ എന്താണെന്ന് കണ്ടുപിടിക്കുമ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുന്ന ഗ്രാമർ റൂൾസ് അല്ലെങ്കിൽ ഗ്രാമർ ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. ആഡ്വർബ് ഉണ്ടോ, അഡ്ജക്റ്റീവ് ആണോ, അല്ലെങ്കിൽ വെർബാണോ, നൗൺ ആണോ,
പ്രൊനൗൺസ് ആണോ, അതല്ലെങ്കിൽ കൺജക്ഷൻ ആണോ, ഇനി അതല്ല ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആണോ, ഇനി പ്രിപ്പോസിഷൻസ് ആണോ എന്നുള്ള രീതിയിലുള്ള ഗ്രാമർ ടോപ്പിക്സ്, അതിൽ ഏത് ഗ്രാമർ ടോപ്പിക്കിലാണ് അവർ എറർ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ എനിക്കത് നോക്കിക്കഴിയുമ്പം യെസ് മനസ്സിലാവണം, ഇത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മുടെ നമ്മളിപ്പം എറർ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രാമർ റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ ഗ്രാമർ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഗ്രാമറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രാമർ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതായത് ഏതാണ് അതിലുള്ള എറർ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈ ടീച്ചർ ആൻഡ് മൈ പ്രിൻസിപ്പിൾ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മൈ ടീച്ചർ ആൻഡ് മൈ പ്രിൻസിപ്പിൾ എന്ന് തന്നിട്ടുണ്ട്. രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ എനിക്ക് എന്തുണ്ട്, പൊസസീവ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്. സോ എൻ്റെ സബ്ജക്റ്റ് എന്തായി, എൻ്റെ സബ്ജക്റ്റ് അവിടെ പ്ലൂറലായി. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എനിക്കറിയാം അതിൽ വെർബ് പ്ലൂറലാണ് വരേണ്ടത്. അതിൽ വരുന്ന വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് അതിൽ വരുന്ന പ്രൊനൗണും പ്ലൂറലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, ഹാസ് അല്ല വരേണ്ടത്, ഇവിടെ ഹാവ് ആണ് വരേണ്ടത്. കാരണം നമുക്കറിയാം ഹാസ് നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഹാസ് സിംഗുലറിൻ്റെ കൂടെയും ഹാവ്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വെർബിൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റായി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലായിരിക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഡയറക്റ്റായിട്ട് അവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെർബിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ടെൻസസ് ആയാലും അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നമ്മളവിടെ പഠിച്ച വെർബിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. യെസ്, അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ്, ഹാസ് നമ്മൾ സിംഗുലറിനാണ് യൂസ് ചെയ്യുന്നത്, ഹാവ് ആണ് പ്ലൂറലിന് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഹാവ് ആക്കി. ഹാവ് കഴിഞ്ഞ് നമുക്കറിയാം വെർബിൻ്റെ V3 ഫോമാണ് വരേണ്ടത്. സോ ഗോൺ എന്നുള്ളത് കറക്റ്റാണ്. ഹാവ് കഴിഞ്ഞ് നമുക്ക് വരേണ്ടത് വെർബിൻ്റെ V3 ഫോമാണ്. സോ ഗോൺ എന്നുള്ളത് കറക്റ്റാണ്. ടു അറ്റൻഡ്, ഇവിടെ പ്രൊനൗൺ ഉണ്ട്, ഹിസ് അല്ല വരേണ്ടത്. നമുക്കറിയാം വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് പ്രൊനൗണും പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ വരേണ്ടത് എന്താണ്, ദെയർ ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ ആറാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു രണ്ട് സബ്ജക്റ്റിൽ രണ്ട് ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. സോ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും. നമുക്ക് രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ ഒരൊറ്റ പൊസസീവ് ഡിറ്റർമിനർ, ആദ്യത്തെ ആളുടെ കൂടെ നമ്മുടെ പൊസസീവ് ഡിറ്റർമിനർ ഉള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കും, വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വെർബ് സിംഗുലർ ആണ്. വെർബ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ പ്രൊനൗൺ എന്തായിരിക്കും, പ്രൊനൗണും നമുക്ക് സിംഗുലർ ആണ്. വെർബ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ പ്രൊനൗണും നമുക്ക് സിംഗുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൈ വേണ്ട, her brother and friend is, അല്ലെങ്കിൽ വേണ്ട, goes to the her brother and friend goes to വേണ്ട, goes to his teachers, എന്താ പറയാം, ടീച്ചേഴ്സ് ഹൗസ് to help him daily. Yes, to help him daily അല്ലേ, to help him daily. അപ്പോൾ നോക്കിക്കോളൂ, her brother and friend goes to his teacher's house അല്ലേ. her brother and friend goes to his
ടീച്ചേഴ്സ് ഹൗസ്, ബ്രദറും ഫ്രണ്ടും ആയ ഒരാൾ അയാളുടെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എപ്പോഴും പോകും. എന്തിനാണ്? ടീച്ചറിനെ ഡെയിലി ഹെൽപ്പ് ചെയ്യാൻ. ഇവിടുത്തെ ഈ ഹിമ്മ് വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ടീച്ചറിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഹിമ്മ് വന്നത് ടീച്ചറിന് വേണ്ടിയിട്ടാണ്. ഈ ബ്രദർ ആൻഡ് ഫ്രണ്ടിൻ്റെ പ്രൊനൗൺ ഏതാണ്? ഹിസ് ആണ്. ഓക്കെ, നമുക്ക് എക്സാമിനേഷനിൽ സെൻറ്റൻസ് തരുമ്പോൾ നമുക്ക് കുറേ പ്രൊനൗൺസ് ഉണ്ടാവും, കുറേ വെർബ് ഉണ്ടാവും, കുറേ നൗൺ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഏത് നൗണിനാണ് ഈ വെർബ്, അല്ലെങ്കിൽ ഈ വെർബ് ഏത് സബ്ജക്റ്റിൻ്റെ ആണ്, അതേപോലെ എന്താ പറയുക, ഈ പ്രൊനൗൺ അത് ഏത് സബ്ജക്റ്റിൻ്റെ ആണ് അല്ലെങ്കിൽ ഏത് വെർബിൻ്റെ ആണെന്നുള്ളത് നമ്മൾ സെൻറ്റൻസ് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ her brother and friend goes to his teachers. Her brother and friend goes to his teacher's house to help him. Teacher's house to help him daily. Him എന്ന് പറയുന്നത് ടീച്ചറിനുള്ളതാണ്, ബ്രദർ ആൻഡ് ഫ്രണ്ടിനുള്ളതല്ല. ബ്രദർ ആൻഡ് ഫ്രണ്ടിനുള്ള പ്രൊനൗൺ ആരാണ്? ബ്രദർ ആൻഡ് ഫ്രണ്ടിനുള്ള പ്രൊനൗൺ ഹിസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞ്? പൊസസീവ് ഡിറ്റർമിനർ ഉണ്ട്, അതേപോലെ ഒരു പൊസസീവ് ഡിറ്റർമിനറും സബ്ജക്റ്റ് 1 പ്ലസ് ആൻഡ് പ്ലസ് സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വെർബ് നമുക്ക് സിംഗുലർ ആയിരിക്കും, അതേപോലെ പ്രൊനൗണും നമുക്ക് സിംഗുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. His father and principal. His father and principal always want. His father and principal always want others to obey their instructions without fail. Otherwise they will be severely punished by them. യെസ്, കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്. നമ്മുടെ എക്സാമിനേഷനിൽ കുറച്ച് വലിയ രീതിയിലായിരിക്കും അവർ സെൻറ്റൻസ് തരുന്നത്. എന്തിനാണ് അങ്ങനെ തന്നെ? നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ സെൻറ്റൻസ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എറർ സ്പോട്ടിംഗ് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ എന്താ പറയുക ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എറർ സ്പോട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണ സമയത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് നോക്കാം. ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ? യെസ്. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ, ഒരു 10-20 അല്ലെങ്കിൽ 10-22 ഒരു 25ഓളം അല്ലെങ്കിൽ 10-23ഓളം റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേത് റൂളാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് കിട്ടി ഓക്കെ, ഇവിടെ പൊസസീവ് ഡിറ്റർമിനർ ആണ്. രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, ഒന്ന് ഫാദർ ആണ്, ഒന്ന് പ്രിൻസിപ്പിൾ ആണ്. സോ ഒരു പൊസസീവ് ഡിറ്റർമിനറും രണ്ട് സബ്ജക്റ്റും ആണെങ്കിൽ ഞാൻ എൻ്റെ സബ്ജക്റ്റിനെ എങ്ങനെ കൺസിഡർ ചെയ്യും? സിംഗുലർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. എൻ്റെ സബ്ജക്റ്റ് എന്തായി? എൻ്റെ സബ്ജക്റ്റ് സിംഗുലർ ആയി. യെസ്. ഇനി ഓൾവേസ്. ഓൾവേസ് അല്ലേ? ഓൾവേസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. നമുക്കറിയാം ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എപ്പോഴും ആരുടെ മുമ്പിലാണ് വരേണ്ടത്? മെയിൻ വെർബിൻ്റെ മുമ്പിലാണ് വരേണ്ടത്. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി പറഞ്ഞ സമയത്ത് അല്ലേ? നമ്മുടെ ആഡ്വർബിൻ്റെ റൂൾസും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി നമ്മുടെ മെയിൻ വെർബിൻ്റെ മുമ്പിലാണ് പൊതുവെ വരാറ്. യെസ്, നമ്മുടെ സെൻറ്റൻസിൻ്റെ ആദ്യം വരാറുണ്ട്. സെൻറ്റൻസിൻ്റെ ആദ്യം വന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണേ?
നമ്മൾ ലോ ഓഫ് ഇൻവേർഷൻ നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ. ഓൾവേസ് എന്നുള്ളത് ഇവിടെ നമുക്ക് ഓൾവേസ് എന്നുള്ളത് മെയിൻ വെർബിന് മുമ്പ് യൂസ് ചെയ്തതിന് പകരം നമുക്ക് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, നമ്മൾ അവിടെ ലോ ഓഫ് ഇൻവേർഷൻ ഫോളോ ചെയ്യും. ലോ ഓഫ് ഇൻവേർഷൻ ഫോളോ ചെയ്യുമ്പോൾ എന്താവും, ഓൾവേസ് ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ, ഓൾവേസ് ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ഡസ് വാണ്ട് അതർ എന്നാവും അല്ലേ. ഇവിടെ അതേഴ്സ് ആണ്. ഓക്കെ, ഡസ് വാണ്ട് അതർ എന്നാവും. മനസ്സിലായല്ലോ. ലോ ഓഫ് ഇൻവേർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആഡ്വർബിൻ്റെ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ മെയിനായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പറയുമ്പോൾ ആഡ്വർബ്, അഡ്ജക്റ്റീവ്, അതേപോലെ വെർബിൽ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, പിന്നെ ടെൻസസ്, പ്രിപ്പോസിഷൻ, ഈ 5 ടോപ്പിക്കാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക്. ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇതാണ് വെരി 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 ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ 5 ടോപ്പിക്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രോപ്പറായ നോളജ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഓൾവേസ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. യെസ്, നമുക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിലേക്ക് വരാം. ലോ ഓഫ് ഇൻവേർഷനിലോ അല്ലെങ്കിൽ ആഡ്വർബ്സിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആഡ്വർബ്സിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, അപ്പോൾ ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ഓൾവേസ് വാണ്ട്. അപ്പോൾ ഇതെന്താണ്, വാണ്ട് എന്നുള്ളതാണ് എൻ്റെ വെർബ്, വാണ്ട് എന്നുള്ളതാണ് എൻ്റെ വെർബ്. അതേഴ്സ് ടു ഒബേ, അതേഴ്സ് ടു ഒബേ നോക്കിക്കോളൂ. അതേഴ്സ് എന്ന് പറയണതും നമുക്കൊരു സബ്ജക്റ്റാണെന്ന് നമുക്ക് പറയാം. അതേഴ്സ് എന്ന് പറയണതും നമുക്കൊരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു നൗണാണെന്ന് നമുക്ക് പറയാം. ഈ നൗണിൻ്റെ വെർബാണ് ഒബേ. ഈ നൗണിൻ്റെ വെർബാണ് എന്ത്, ഈ നൗണിൻ്റെ വെർബാണ് ഒബേ. നമുക്ക് എക്സാമിനേഷനിൽ സെൻറ്റൻസ് തരുമ്പം കുറേ നൗൺസ് ഉണ്ടാവും, കുറേ പ്രൊനൗൺസ് ഉണ്ടാവും, കുറേ വെർബ് ഉണ്ടാവും. സോ ഇന്ന വെർബ് ഏത് സബ്ജക്റ്റിൻ്റെ ആണ്, അല്ലെങ്കിൽ ഇന്ന വെർബ് ഏത് നൗണിൻ്റെ ആണെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇപ്പോൾ വാണ്ട് ഉണ്ട്, അതേഴ്സ് എന്നുള്ളത് ഒരു നൗണാണ്, അടുത്ത ഒബേ ഉണ്ട്. ദെയർ, ദെയർ എന്നുള്ളത് എന്താണ്, ഒരു പ്രൊനൗൺ ആണ്. ദെയർ എന്നുള്ളത് ഒരു പ്രൊനൗൺ ആണ്. ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് എഗെയിൻ ഒരു നൗൺ ആണ്, വിതൗട്ട് ഫെയിൽ ആവാതെ. അതർവൈസ്, അതർവൈസ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്, അല്ലാത്ത പക്ഷം. ദേ വിൽ ബി സിവിയർലി പണിഷ്ഡ്. ദേ എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്. ദേ വിൽ ബി സിവിയർലി പണിഷ്ഡ് ബൈ ദം. എഗെയിൻ ദം എന്ന് പറയുന്നതും ഒരു പ്രൊനൗൺ ആണ്, സിവിയർലി പണിഷ്ഡ് ബൈ ദം. അപ്പോൾ ഇതിൽ ഏത് പ്രൊനൗൺ ആണ്, ഇന്ന പ്രൊനൗൺ ഇന്ന ആൾക്കാണ്, അല്ലെങ്കിൽ ഇന്ന വെർബ് ഇന്ന ആൾക്കാന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും നോക്കിക്കോളൂ. നമുക്ക് ആദ്യം സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കാം. ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ, ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ഓൾവേസ് വാണ്ട്. ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ഓൾവേസ് വാണ്ട്. അവൻ്റെ ഫാദറിനും പ്രിൻസിപ്പിളിനും, ഫാദറും പ്രിൻസിപ്പിളും ആയ ഒരാൾക്ക് എപ്പോഴും വേണം, എപ്പോഴും വേണം. ആർക്കാണ് വേണ്ടത്, വേണ്ടത് ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളിനാണ്. അതായത് ഒരു വെർബ് ഏതാൾക്കുള്ളതാണ്, ഒരു വെർബ് ഏതാൾക്കുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഹൂ അല്ലെങ്കിൽ വാട്ട് എന്നൊക്കെ ചോദിക്കണ സമയത്ത്, ഹൂ അല്ലെങ്കിൽ വാട്ട് എന്നൊക്കെ, അല്ലെങ്കിൽ ഹൂം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അത് ആർക്കുള്ളതാണ്, ഈ ഒരു വെർബ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ യെസ്, ഓൾവേസ് വാണ്ട്, ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ഓൾവേസ് വാണ്ട് അല്ലേ. ആർക്കാണ് വേണ്ടത്, ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളിനാണ്. സോ ഈ വാണ്ട് എന്നുള്ള വെർബ് ആരുമായിട്ടാണ് അസോസിയേറ്റ് ആയിരിക്കണേ, ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളും ആയിട്ടാണ്. ഇവിടെ വാണ്ട് എന്നുള്ള ഈ വെർബ് ഏത് നൗണുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, നൗണുമായി, ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ എന്നുള്ള നൗണുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. വാണ്ട് അതേഴ്സ്, ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ വാണ്ട് അതേഴ്സ്, വേറെ ആൾക്കാർ വാണ്ട് അതേഴ്സ് ടു ഒബേ, ഒബേ ചെയ്യാന്ന് പറഞ്ഞാൽ അനുസരിക്കുക. നമുക്കറിയാം ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, V1 ഫോമാണ്, അതും പ്ലൂറൽ ഫോമാണ് വരേണ്ടത്. വെർബിൻ്റെ സിംഗുലർ ഫോം ഒരിക്കലും ടു കഴിഞ്ഞ് വരില്ല, വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് വരേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ, ഫാദറും പ്രിൻസിപ്പിളും ആയ അയാൾക്ക് എന്താണ് വേണ്ടത്, ബാക്കിയുള്ളവർ എപ്പോഴും അനുസരിക്കണം, എപ്പോഴും അനുസരിക്കണം. സോ ഈ ഒബേ എന്ന് പറയുന്ന വെർബ് ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ അതേഴ്സുമായിട്ടാണ്. ബാക്കിയുള്ളവരാണ് അനുസരിക്കേണ്ടത്. അയാൾക്കൊരു ആവശ്യമുണ്ട്. വാണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല, അയാൾക്ക് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ആയ ആൾക്ക്
ആവശ്യമുണ്ട്. എന്താണ് ആവശ്യമുള്ളത്? ബാക്കിയുള്ളവർ അയാളെ അനുസരിക്കണം. അപ്പോൾ ഇവിടെ അനുസരിക്കുക എന്നുള്ള വർക്ക് ഡ്യൂട്ടി ചെയ്യണത് ആരാണ്? അനുസരിക്കുക എന്നുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടത് അതേഴ്സാണ്. സോ ഒബേ എന്നുള്ള വേർഡ് ഈ അതേഴ്സുമായിട്ടാണ് കണക്റ്റഡ്. ഒബേ എന്നുള്ള വേർഡ് ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളുമായി കണക്റ്റഡ് അല്ല. മനസ്സിലായല്ലോ? യെസ്. ഇനി നോക്കിക്കോളൂ, ദെയർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഞാൻ പറയുന്നു ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ, ഫാദറും പ്രിൻസിപ്പിളും ആയ ഒരാൾക്ക് ബാക്കിയുള്ളവർ അയാളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കണം. അയാളുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ആരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്? ഫാദർ ആൻഡ് പ്രിൻസിപ്പിളുടെ ഇൻസ്ട്രക്ഷൻ ആണ്. സോ ഈ ദെയർ എന്ന് പറയുന്ന ആൾ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളും ആയിട്ടാണ് അസോസിയേറ്റഡ്, അതേഴ്സും ആയിട്ടല്ല. ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ബാക്കിയുള്ളവർ എന്താ പറയുക അനുസരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ആഗ്രഹിക്കണത് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ അനുസരിക്കണം അല്ലേ? അപ്പം ഈ എൻ്റെ എന്ന് പറയുന്നത് ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഞാനുമായിട്ടാണ് അസോസിയേറ്റഡ്, അല്ലാതെ ബാക്കിയുള്ളവരുമായിട്ടല്ല. സോ ദെയർ എന്ന് പറയുന്നത് ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രൊനൗൺ ആണ്. ഇനി ഇൻസ്ട്രക്ഷൻസ് വിതൗട്ട് ഫെയിൽ അല്ലേ? യെസ്, അത് ഒരു ഫെയിലും ഇല്ലാതെ എല്ലാ പ്രാവശ്യവും അവർ അനുസരിക്കണം. അതർവൈസ് ദേ വിൽ ബി പണിഷ്ഡ്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുവാണ് എൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ബാക്കിയുള്ളവർ അനുസരിക്കണം. ബാക്കിയുള്ളവർ അനുസരിച്ചില്ലെങ്കിൽ അവരെ എന്ന് പറയുന്നത് അപ്പോൾ ആരുമായിട്ടാണ് റിലേറ്റഡ്? ബാക്കിയുള്ളവരുമായിട്ടാണ് റിലേറ്റഡ്. അപ്പോൾ ഈ ദേ എന്ന് പറയുന്ന പ്രൊനൗൺ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? അതേഴ്സുമായിട്ടാണ് അസോസിയേറ്റഡ്. മനസ്സിലായല്ലോ? യെസ്. വിൽ ബി പണിഷ്ഡ്, ദേ വിൽ ബി പണിഷ്ഡ്, അതായത് അതേഴ്സ് വിൽ ബി പണിഷ്ഡ് ബൈ ദം. ഇവിടെ ദം ആരാണ്? ഞാൻ ആഗ്രഹിക്കുവാണ്, ഞാൻ പറയണ കാര്യങ്ങൾ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ബാക്കിയുള്ളവർ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ അവരെ ഞാനാണ് പനിഷ് ചെയ്യുന്നത് അല്ലേ? അവരെ ഞാനാണ് പനിഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആരുമായിട്ടാണ് ഈ ദം അസോസിയേറ്റഡ്? ഈ ദം ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളും ആയിട്ടാണ് അസോസിയേറ്റഡ്. ഈ ദം എന്ന് പറയുന്നത് ഹിസ് ഫാദർ ആൻഡ് പ്രിൻസിപ്പിളും ആയിട്ടാണ് അസോസിയേറ്റഡ്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഇവിടെ എഴുതാം, എൻ്റെ സബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത് നോക്കിക്കോളൂ. ഒന്ന് വോണ്ടാണ്, പിന്നെന്താണ്? രണ്ടാമത്തത് ദയറാണ്, മൂന്നാമത്തത് ദമ്മാണ് അല്ലേ? ഒന്നാമത്തത് വോണ്ടാണ്, ദയറാണ്, ദമ്മാണ്. പിന്നെ എൻ്റെ ഒബ്ജക്റ്റായ അതേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഒബേ ആണ്, രണ്ടാമത്തത് ദേ ആണ് അല്ലേ? ഒന്ന് ഒബേ ആണ്, രണ്ടാമത്തത് ദേ ആണ്. അപ്പോൾ ഇവിടെ ദേയും അതേപോലെ ഒബേയും ആർക്കനുസരിച്ചാണ് വരേണ്ടത്? അതേഴ്സിനനുസരിച്ചാണ് വരേണ്ടത്. ദേ ആണെങ്കിലും അല്ലെങ്കിൽ ഒബേ എന്നുള്ള വെർബാണെങ്കിലും ആർക്കനുസരിച്ചാണ് വരേണ്ടത്? അതേഴ്സിനനുസരിച്ചാണ് വരേണ്ടത്. നമുക്കറിയാം അതേഴ്സ് എന്നുള്ളത് പ്ലൂറലാണ്. ബാക്കിയുള്ളവരെ എന്നൊക്കെ പറയാനാണ് നമ്മൾ അതേഴ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. സോ അതേഴ്സ് ഈസ് എ പ്ലൂറൽ വേർഡ്. അപ്പോൾ പ്ലൂറൽ വേർഡ് ആണെങ്കിൽ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കണം, നമ്മുടെ പ്രൊനൗണും പ്ലൂറൽ ആയിരിക്കണം. നൗണ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും, അതേപോലെ പ്രൊനൗണും നമുക്ക് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ടൂവിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി ടൂവിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ടൂവിന് ശേഷം നമ്മൾ എപ്പോഴും V1 ഫോമാണ്, അതും പ്ലൂറൽ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യണം. ഒബേ കറക്റ്റാണ്, ദേ ആണ് വന്നത്, അതും കറക്റ്റാണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നമ്മുടെ സബ്ജക്റ്റുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വെർബ് വാണ്ടാണ്. ഇത് രണ്ടും എന്താണ്? ദയർ ആയാലും ദമ്മായാലും പ്രൊനൗൺ ആണ്. ഇനി ഞാൻ എൻ്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസ് ഞാൻ ആലോചിക്കുവാണ്. റൂൾസ് ആലോചിക്കുമ്പം യെസ്, ഇവിടെ എനിക്ക് എന്തുണ്ട്? ഒരു പൊസസീവ് ഡിറ്റർമിനർ ഉണ്ട്. ഇവിടെ ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ എനിക്ക് പൊസസീവ് ഡിറ്റർമിനർ ഉണ്ട്. ഇവിടെ ഫാദർ ആൻഡ് പ്രിൻസിപ്പിൾ ആണ്. അപ്പം എന്താ പറയുക, രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളുടെ കൂടെ എനിക്ക് പൊസസീവ് ഡിറ്റർമിനർ ആണെങ്കിൽ ഓൾവേസ് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും, അതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. സോ എഗെയിൻ ഒബ്വിയസ്ലി നമ്മുടെ പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. സോ ഇവിടെ എന്താണ് വരണ്ടേ? വോണ്ട് അല്ല വരണ്ടേ, വോൺസ് ആണ് വരേണ്ടത് അല്ലേ? സിംഗുലർ ആണ് വരേണ്ടത്. സോ വോൺസ് ആണ് വരേണ്ടത്. ഇനി ഇവിടെ സിവിയർലി ദേ വിൽ ബി പണിഷ്ഡ് ബൈ ദം. ദം എന്നുള്ളത് ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? നമ്മുടെ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റുമായിട്ടാണ് അസോസിയേറ്റഡ്. സോ ദം അല്ല, പണിഷ്ഡ് ബൈ
ഹിം ആണ്. ദം അല്ല, പണിഷ്ഡ് ബൈ ഹിം ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ സെൻറ്റൻസ് വായിക്കുക. സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇതുപോലത്തെ രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയ സെൻറ്റൻസസ് ആയിരിക്കും നമുക്ക് എക്സാമിനേഷനിൽ തന്നത്. ഒരൊറ്റ സബ്ജക്റ്റ്, ഒരൊറ്റ വെർബ് അല്ലെങ്കിൽ ഒരൊറ്റ പ്രൊനൗൺ അങ്ങനെയല്ല അവർ തരിക. ഒരുപാട് നൗൺസ് ഉണ്ടാവും, ഒരുപാട് പ്രൊനൗൺസ് ഉണ്ടാവും, ഒരുപാട് വെർബ്സ് ഉണ്ടാവും. ഏത് വെർബ് ഏത് ആളുമായിട്ടാണ് അസോസിയേറ്റഡ്, ഏത് പ്രൊനൗൺ ഏത് ആളുമായിട്ടാണ് അസോസിയേറ്റഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ദേ എന്ന് തന്നതിന് പകരം ഹീ എന്ന് തന്നു എന്നിരിക്കട്ടെ. others to obey their instructions without fail, otherwise he will be punished by them എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഈ ഹീ എന്ന് പറയുന്നത് അതേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കറിയാം അതേഴ്സ് എന്താണ്? പ്ലൂറൽ ആണ്. അതേഴ്സ് പ്ലൂറൽ ആവുമ്പോൾ എന്തായി? പ്രൊനൗൺ. ഹീ അല്ല, ദേ ആണ്. അപ്പോൾ ആരുമായിട്ടാണ് റിലേറ്റഡ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. യെസ്. ഓക്കെ. അപ്പോൾ ഈ 6 റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് റൂളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ആൻഡും ഓറും അല്ലേ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ നമുക്ക് ആൻഡ് ഉള്ളത് അല്ലെങ്കിൽ ഓർ ഉള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മളൊരു പുതിയൊരു റൂളിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. നമ്മുടെ 7th റൂള്, സബ്ജക്റ്റ് 1 പ്ലസ് ഒന്നെങ്കിൽ വിത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ എലോങ് വിത്ത്. ഓക്കെ. അതല്ലെങ്കിൽ ടുഗദർ വിത്ത്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ്. പിന്നെ നമുക്ക് എന്ത് പറയാം? as well as അല്ലെങ്കിൽ in addition to. പിന്നെ നമുക്ക് എന്ത് പറയാം? വിത്ത്, along with, together with, including, as well as, in addition to, അല്ലെങ്കിൽ no less than. പിന്നെ നമുക്ക് എന്ത് പറയാം? in addition to, no less than, പിന്നെ like, unlike, പിന്നെന്താണ്? headed by and not, അല്ലെങ്കിൽ besides പ്ലസ് സബ്ജക്റ്റ് ടു. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സെൻറ്റൻസ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം സബ്ജക്റ്റ് 1 ഉണ്ട്. ഇവിടെ ഞാൻ ബാർ ഇട്ട് തന്നതുണ്ട്. അതായത് വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻക്ലൂഡിങ്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, നോ ലെസ് ദാൻ, ലൈക്ക്, അൺലൈക്ക്, ഹെഡഡ് ബൈ, ആൻഡ് നോട്ട്, ബിസൈഡ്സ്. അപ്പോൾ ഈ ഒരു 1 2 3 6 9 13 അല്ലേ, 13 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഈ 13 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് 2 തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിൽ? സബ്ജക്റ്റ് 2 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെർബ് ആർക്കനുസരിച്ചിട്ടായിരിക്കും? നമ്മുടെ സബ്ജക്റ്റ് 1 അനുസരിച്ചായിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് 1 അനുസരിച്ചായിരിക്കും വെർബ്. അപ്പോൾ പ്രൊനൗൺ ആർക്കനുസരിച്ചിട്ടായിരിക്കും? പ്രൊനൗണും നമ്മുടെ
സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും. മനസ്സിലായോ? എന്താണ്? നിങ്ങൾക്ക് സബ്ജക്റ്റ് 1 ഉണ്ട്, പിന്നെ സബ്ജക്റ്റ് 2 ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് അല്ലെങ്കിൽ ഓർ ആയിരുന്നു. സോ അതേപോലെ ആൻഡിന് ഓറിനൊക്കെ പകരം ഇവിടെ തന്നിട്ടുള്ള ഈ 13 വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ, ഇവിടെ തന്നിട്ടുള്ള ഈ 13 വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ നിങ്ങളുടെ വെർബ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സബ്ജക്റ്റ് 1-നുസരിച്ചായിട്ടായിരിക്കും. സബ്ജക്റ്റ് 1-നുസരിച്ചായിരിക്കും നിങ്ങളുടെ വെർബ്. അതേപോലെ നമ്മുടെ പ്രൊനൗൺ ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 1-നനുസരിച്ച്. അതായത് നമ്മുടെ പ്രൊനൗൺ എപ്പോഴും വെർബുമായിട്ടാണ് കണക്റ്റഡ്. പ്രൊനൗൺ എപ്പോഴും നമ്മുടെ വെർബുമായിട്ടാണ് കണക്റ്റഡ്. സോ അതുകൊണ്ട് നമ്മുടെ പ്രൊനൗൺ ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. I as well as Tina, I as well as Tina is planning to meet our teacher. So ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. I as well as Tina is planning to meet our teacher. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ നോക്കിക്കോളൂ. I നമ്മുടെ സബ്ജക്റ്റ് 1 ആണ്. I എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് 1 ആണ്. ടീന എന്ന് പറയുന്നത് എന്താണ്? ടീന എന്ന് പറയുന്നത് സബ്ജക്റ്റ് 2 ആണ്. I എന്ന് പറയുന്നത് സബ്ജക്റ്റ് 1 ആണ്. ടീന എന്ന് പറയുന്നത് സബ്ജക്റ്റ് 2 ആണ് അല്ലേ? യെസ്. അതിനിടയ്ക്ക് എന്തുണ്ട്? ആസ് വെൽ എസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ തന്നിട്ടുള്ള ഈ 13 വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ വെർബും പ്രൊനൗണും, വെർബായാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. സോ ഇവിടുത്തെ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് 1, ടീനയാണ് നമ്മുടെ സബ്ജക്റ്റ് 2. ദിസ് ഈസ് അവർ വെർബ്. അവറാണ് എന്ത്? നമ്മുടെ പ്രൊനൗൺ. അവറാണ് എന്ത്? നമ്മുടെ പ്രൊനൗൺ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഈ വെർബ് ആർക്കനുസരിച്ചിട്ടാണ് വരേണ്ടത്? സബ്ജക്റ്റ് 1 ആയ ഐനനുസരിച്ചിട്ടാണ് വരേണ്ടത്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അതിൻ്റെ വെർബ് എന്താണ്? സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അതിൻ്റെ വെർബ് ആം ആണല്ലേ? AM ആണ് വരേണ്ടത്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അതിൻ്റെ വെർബ് എന്താണ് വരേണ്ടത്? ആം ആണ് വരേണ്ടത്. ഇസ് അല്ല. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വെർബിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു. വെർബിൻ്റെ ഫസ്റ്റ് പാർട്ട് യെസ്, ആ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഐ ഈസ് പ്ലാനിങ് ടു മൂവ് ടു കൊച്ചി. ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഐ ഈസ് പ്ലാനിങ് ടു മൂവ് ടു കൊച്ചി അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഐ ഈസ് പ്ലാനിങ് ടു മൂവ് ടു കൊച്ചി. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. ഐ വന്ന ഇസ് അല്ല, ആം ആണ്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അവർ ചിലപ്പോൾ ബാങ്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കില്ല. ഇതവർ സ്കൂൾ ലെവലിൽ അവരിങ്ങനെ ചോദിക്കും. ഐ ഈസ് പ്ലാനിങ് ടു മൂവ് ടു കൊച്ചിൻ. നിങ്ങൾ എറർ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പം സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻസിൽ അവർ ചോദിക്കും, അല്ലെങ്കിൽ കോളേജിലുള്ള ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ചോദിക്കാം. ബാങ്ക് എക്സാമിനേഷൻസിൽ ഇങ്ങനെ അവർ ഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ ചോദിക്കാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ അവരങ്ങനെ ഡയറക്റ്റ് ആയി ചോദിക്കില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഈ രീതിയിലൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാനുണ്ടാവുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് ബേസിക്സ് ഓഫ് വെർബാണ്. വെർബ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കുന്ന ആൾക്കാർ, വെർബ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മുടെ വെർബിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഐ നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എന്താണ്? ഇസ് അല്ല, ആം ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രൊനൗൺ വരേണ്ടത്. സോ അവരല്ല, മൈ ആണ് അല്ലേ? ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ ഇവിടെ വരേണ്ടത് എന്താണ്? ഇവിടെ വരേണ്ടത് എന്താണ്? മൈ ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. Kunal along with his parents have
gone to meet അല്ലെങ്കിൽ have gone to visit their hometown. Kunal along with his parents have gone to visit their hometown. Where they his parents spent their childhood. His parents spent their childhood. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോളൂ. Kunal along with his parents have gone to visit their hometown where his parents spend their childhood. അല്ലേ, his parents spend their childhood. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസ് നമുക്ക് നോക്കാം. കണ്ടു കഴിയുമ്പം നമുക്ക് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് എന്തുണ്ട്? സബ്ജക്റ്റ് 1 ഉണ്ട്. കുനാലാണ് സബ്ജക്റ്റ് 1. രണ്ടാമത്തെ സബ്ജക്റ്റാണ് ഹിസ് പാരൻസ്. സോ എനിക്കിവിടെ 2 സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2. ഹിയർ ഇൻ ദിസ് സെൻറ്റൻസ് ഐ ഹാവ് 2 subjects, സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2. സബ്ജക്റ്റ് 1 ഏതാണ്? കുനാലാണ്. സബ്ജക്റ്റ് 2 ഏതാണ്? ഹിസ് പാരൻസ് ആണ്. അല്ലേ? ഇനി അലോങ് വിത്ത് ഉണ്ട്. അല്ലേ, അലോങ് വിത്ത് ഉണ്ട്. ഇപ്പം ഈ 2 സബ്ജക്റ്റിനെയും കണക്ട് ചെയ്യുന്ന കണക്ടർ ഏതാണ്? അലോങ് വിത്ത് ആണ്. സോ എനിക്കറിയാം അലോങ് വിത്ത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ യെസ്, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുവാണ്. വെർബായാലും പ്രൊനൗൺ ആയാലും അത് ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ഒരു സെൻറ്റൻസിൽ ഒരുപാട് പ്രൊനൗൺസ് ഉണ്ടാവും, ഒരുപാട് നൗൺസ് ഉണ്ടാവും, ഒരുപാട് വെർബ് ഉണ്ടാവും. ഓരോന്നും ആരുമായിട്ടാണ് അസോസിയേറ്റഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. കുനാൽ ഞാൻ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് പറയാം. കുനാൽ അലോങ് വിത്ത് ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസിൻ്റെ കൂടെ. ഈ ഹിസ് എന്ന് പറയുന്നത് നമ്മുടെ കുനാലുമായിട്ടാണ് അസോസിയേറ്റഡ്. കറക്റ്റാണ്. കുനാൽ അവൻ്റെ പാരൻസിൻ്റെ കൂടെ. ഹാവ് ഗോൺ ടു വിസിറ്റ് എന്ന് പറയുമ്പം യെസ്, ഇതാണ് നമ്മുടെ വെർബ്. ഈ മെയിൻ വെർബ് ഈ ഹോൾ സബ്ജക്റ്റുമായിട്ടും അസോസിയേറ്റഡ് ആണ്. ഈ മെയിൻ വെർബ് ഹാവ് ഈ ഹോൾ സബ്ജക്റ്റുമായിട്ടും അസോസിയേറ്റഡ് ആണ്. അല്ലേ? കുനാൽ അലോങ് വിത്ത് ഹിസ് പാരൻസ് എന്ന് പറയണ ഈ ഹോൾ ഫ്രേസുമായിട്ട് ഈ ഹാവ് അസോസിയേറ്റഡ് ആണ്. നമുക്കറിയാം ഹാവ് ആയാലും അവിടെ എന്താണോ വരേണ്ടത് അതിന് ശേഷം V3 ആണ് വരേണ്ടത്. കുഴപ്പമില്ല. വിസിറ്റ്, ഈ ദയർ എന്ന് പറയണതും ഈ ഹോളായ സബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അല്ലേ? യെസ്. ഇനി ദയർ ഹോം ടൗൺ where they his parents. അതായത് ഇവിടെ നോക്കിക്കോളൂ. അതായത് അവരെന്താണ്? കുനാലും അവൻ്റെ പാരൻസും അവരുടെ ഹോം ടൗണ് വിസിറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, ആ ഹോം ടൗണിനെ അവർ ക്വാളിഫൈ ചെയ്യുവാണ്. ആ ഹോം ടൗണിന് എന്താണ് പ്രത്യേകത? ആ ഹോം ടൗണിൻ്റെ പ്രത്യേകത അവൻ്റെ പാരൻസ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഹിസ് പാരൻസ് എന്ന് പറയുമ്പം ആരാണ് ഈ അവൻ്റെ പാരൻസ് ആണ്. സോ ഈ ദേ എന്ന് പറയണത് പ്യോർലി അവൻ്റെ പാരൻസുമായിട്ട് മാത്രം അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രൊനൗൺ ആണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുമ്പം I went to see my mother's school.
mother's school. I went to visit. I went to visit my mother's school where she, my mother studied. ഈ ഷീ എന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്കിങ്ങനെ പറയാം. അതായത് ഞാൻ എൻ്റെ അമ്മയുടെ സ്കൂൾ കാണാൻ പോയി. സ്റ്റഡീഡ് ഹെർ ഹയർ സെക്കൻഡറി. അല്ലെങ്കിൽ സ്റ്റഡീഡ് ഹെർ SLC ഏത് വേണമെങ്കിലും കൊടുക്കാം. യെസ്, അപ്പോൾ സ്റ്റഡീഡ് ഹെർ ഹയർ സെക്കൻഡറി. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ സ്കൂൾ ഞാൻ കാണാൻ പോയി. ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ എൻ്റെ അമ്മയുടെ സ്കൂൾ കാണാൻ പോയി. ഇനി ആ സ്കൂളിനെ ഞാൻ ക്വാളിഫൈ ചെയ്യാണ്. ഞാൻ ക്വാളിഫൈ ചെയ്യാൻ പോണത് ആ സ്കൂളിനെയാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത ഷീ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ അമ്മ. ഷീ മൈ മദർ സ്റ്റഡീഡ് ഹെർ ഹയർ സെക്കൻഡറി. എൻ്റെ അമ്മ, അവൾ എന്ന് പറയുമ്പം എൻ്റെ അമ്മ എന്താ പറയുക, എൻ്റെ അമ്മയുടെ ഹയർ സെക്കൻഡറി പഠിച്ച ആ സ്കൂളിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഇവിടെ ഈ ഷീ എന്ന് പറയുന്നത് എൻ്റെ മദറുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന പ്രൊനൗണാണ്. മനസ്സിലായോ? ആ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത ഞാൻ പറയുവാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത ഞാൻ പറയുമ്പം അത് ഞാനുമായി അസോസിയേറ്റ് ചെയ്തിട്ടല്ല, എൻ്റെ അമ്മയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ അതേപോലെയാണ്. Kunal along with his parents went to visit their hometown. അപ്പോൾ ഇവിടെ കുനാൽ അലോങ് വിത്ത് ഹിസ് ഈ ഹാവ് എന്നുള്ളത് ആ ഹോൾ സബ്ജക്റ്റുമായി അസോസിയേറ്റഡ് ആണ്. ദയർ ഹോം ടൗൺ എന്നുള്ള ആ ദയർ എന്നുള്ളതും ഹോൾ സബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ് അല്ലേ. കുനാലിൻ്റെ ഹോം ടൗൺ, കുനാലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥലമാണ് കുനാലിൻ്റെ ഹോം ടൗൺ. യെസ്. വേർ ദേ ഹിസ് പാരൻസ്. ഈ ദേ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഹിസ് പാരൻസ്. ഈ ദേ എന്ന് പറയണത് യെസ് ഹിസ് പാരൻസിനെയാണ് അവരവിടെ ദേ എന്ന് ഉദ്ദേശിക്കണേ, അല്ലാതെ കുനാലും അവൻ്റെ പാരൻസിനെ അല്ല, രണ്ടുപേരെയും കൂടെ അല്ല, അവൻ്റെ പാരൻസിനെ മാത്രമാണ് ഇവരിവിടെ ദേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ദേ ഹിസ് പാരൻസ് എന്ന് തന്നേക്കണത്. ദേ ഹിസ് പാരൻസ് എന്ന് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ദേ എന്ന് പറയണത് പ്യോർലി ഫോർ ഹിസ് പാരൻസ്. സ്പെൻഡ് ദയർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ദയർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ദയർ ഹിസ് പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ദേ എന്ന് പറയണതും ഹിസ് പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, ദയർ എന്ന് പറയണതും ഹിസ് പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ കുനാലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുനാലിനും പാരൻസിനും കൂടി വേണ്ടിയിട്ടല്ല. എന്താ പറയുക? ഓൺലി ഫോർ ഹിസ് പാരൻസ്. അപ്പോൾ ഈ ഒരു ഹോൾ സബ്ജക്റ്റുമായി അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഹാവ് ആണ്, രണ്ടാമത്തത് ദയർ ആണ്. നമുക്കറിയാം രണ്ട് മാർക്ക് അനുസരിച്ചിട്ടാണ് വരണ്ടേ, ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരണ്ടേ. അപ്പോൾ ഇവിടെ ഹാവ് അല്ല ഹാസ് ആണ് വരണ്ടേ, ദേ അല്ല വരണ്ടേ, ദയർ അല്ല വരണ്ടേ, ഹിസ് ആണ് വരണ്ടേ. സോ ഇവിടെ ഹാവ് അല്ല, ഇവിടെ വരേണ്ടത് എന്താണ്? ഹാസ് ആണ്. അതേപോലെ ഇവിടെ ദയർ അല്ല, ഇവിടെ വരേണ്ടത് എന്താണ്? ഹിസ് ആണ്. ബാക്കി അവിടെ ദേ ഹിസ് പാരൻസ് സ്പെൻഡ് ദയർ ചൈൽഡ്ഹുഡ് എന്നുള്ളത് കറക്റ്റാണ്. ഇവിടെ ഒരു പക്ഷേ ദേ എന്നതിന് പകരം ഹീ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഹീ ഹിസ് പാരൻസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. ഹീ ഹിസ് പാരൻസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. മനസ്സിലായല്ലോ? അതേപോലെ ദേ ഹിസ് പാരൻസ് സ്പെൻഡ് ഹിസ് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഹെർ ചൈൽഡ്ഹുഡ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും റോങ് ആണ്. അവിടെ എന്താണ് വരണ്ടേ? ദയർ ചൈൽഡ്ഹുഡ് ആണ്. ബിക്കോസ് ദിസ് ദയർ ഈസ് അസോസിയേറ്റഡ് ടു ഹിസ് പാരൻസ് ആണ്. പാരൻസുമായിട്ടാണ് ഈ ദയർ എന്നുള്ള പ്രൊനൗൺ റിലേറ്റഡ്. മനസ്സിലായല്ലോ? യെസ്. ഇവിടെ അവർ എന്താണ്, അതായത് വേർ ദേ എന്നുള്ളതിനെ അവർ ക്വാളിഫൈ ചെയ്തതാണ് ഹിസ് പാരൻസ് എന്ന്. ഇവിടെ നോക്കിക്കോളൂ, ദേ എന്നുള്ളതിനെ അവർ നിങ്ങൾ ക്വാളിഫൈ ചെയ്തതാണ് ഹിസ് പാരൻസ് എന്ന്. മനസ്സിലായല്ലോ? യെസ്. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്.
യെസ്, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു യൂസേജ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ചില സമയത്ത് അവരിങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവർ സെൻറ്റൻസ് തരും, സിമ്പിളായി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, ഇവിടെ നമുക്കറിയാം ഹാവും അതേപോലെ ദയറുമാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് വായിച്ച് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ കുറേ ദയറുണ്ട്, കുറേ ദമ്മുണ്ട്, കുറേ ഹിസ് ഉണ്ട്, കുറേ ഹെർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. യെസ്, ഓക്കെ. ഇനി നമ്മുടെ റൂൾ നമ്പർ 8. ഇപ്പോൾ നമ്മൾ 7 റൂൾസ് ഡിസ്കസ് ചെയ്തു. റൂൾ നമ്പർ 8 നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന റൂൾസ് വിട്ടിട്ട് നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. ഓക്കെ, സോ 8ാമത്തെ റൂള് നോക്കിക്കോളൂ. ആദ്യം നമുക്ക് ഐദർ അല്ലെങ്കിൽ നെയ്തർ, അതും അല്ലെങ്കിൽ നോട്ട് ഓൺലി അല്ലേ? ഐദർ, നെയ്തർ, നോട്ട് ഓൺലി. പിന്നെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് 1, പിന്നെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് 1 പ്ലസ് ഓർ അല്ലെങ്കിൽ നോർ, അതും അല്ലെങ്കിൽ ബട്ട് ഓൾസോ അല്ലേ? റെസ്പെക്റ്റീവ് ആയിട്ടാണ് ഞാൻ എഴുതിയേക്കണേ. ഐദർ ആണെങ്കിൽ ഓർ വരും, നെയ്തർ ആണെങ്കിൽ നോർ വരും, നോട്ട് ഓൺലി ആണെങ്കിൽ ബട്ട് ഓൾസോ വരും. ആ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ എഴുതിയേക്കണേ. പ്ലസ് സബ്ജക്റ്റ് 2 ഇങ്ങനെ ആണെങ്കിൽ, അപ്പോൾ ഈ ഒരു ഫ്രേസിൽ നമ്മൾ സബ്ജക്റ്റായി കൺസിഡർ ചെയ്യുന്നത് സബ്ജക്റ്റ് 2നെയാണ്. സബ്ജക്റ്റായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സബ്ജക്റ്റ് 2നെയാണ്. അപ്പോൾ വെർബ് ആർക്കനുസരിച്ചായിരിക്കും വരുന്നത്? വെർബ് നമ്മുടെ സബ്ജക്റ്റ് 2നനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ പ്രൊനൗൺ ആർക്കനുസരിച്ചായിരിക്കും വരുന്നത്? പ്രൊനൗണും നമ്മുടെ സബ്ജക്റ്റ് 2നനുസരിച്ചായിരിക്കും വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. either they or she, either they or she go to seminar hall. Either they or she go to seminar hall. For collecting their stage details. Okay, yes. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ either they or she അല്ലേ? or she go to the seminar hall for collecting their stage details. അപ്പോൾ എന്താ പറയുക, അവരെന്തോ പെർഫോമൻസ് ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. സ്റ്റേജ് ഡീറ്റെയിൽസ് ഓഫ് their performance. ഓക്കെ, അപ്പോൾ അവരെന്തോ പെർഫോമൻസ് ചെയ്യാൻ പോവുകയാണ്, അവർക്ക് എന്തോ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേജിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ അവർ പോവും അല്ലെങ്കിൽ അവൾ പോവും അല്ലേ? ഐദർ ഓർ എന്ന് പറയുമ്പോൾ അതാണ്, ഒന്നെങ്കിൽ അവൾ പോവും അല്ലെങ്കിൽ അവർ പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം ഐദർ എന്ന് തന്നിട്ടുണ്ട്, ഓർ എന്ന് തന്നിട്ടുണ്ട്. ദേ ആണ് നമ്മുടെ സബ്ജക്റ്റ് 1, ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ് 2. അപ്പം ഈ സെൻറ്റൻസിൽ ഐദർ ദേ ഓർ ഷീയുമായിട്ട്, ഐദർ ദേ ഓർ ഷീ എന്ന് പറയണ ആ ഒരു ഫ്രേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്ന എല്ലാ വെർബും എല്ലാ പ്രൊനൗണും ആർക്കനുസരിച്ചിട്ടായിരിക്കും? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും. ഐദർ ദേ ഓർ ഷീ എന്ന് പറയണ ഈ ഒരു ഫ്രേസുമായി അസോസിയേറ്റ് ചെയ്ത് വന്ന എല്ലാ വെർബും എല്ലാ പ്രൊനൗണും ആർക്കനുസരിച്ചിട്ടായിരിക്കും?
സബ്ജക്റ്റ് ടൂവിനനുസരിച്ചിട്ടായിരിക്കും, ദാറ്റ് ഈസ് ഷീ എന്ന് പറയുന്ന ആ ഒരു വേർഡിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഷീ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? വെർബ് ഗോയാണ്. ഷീ എന്ന് പറയുമ്പോൾ വെർബ് എന്തായി? ഗോസ് ആയി അല്ലേ? ഷീ എന്ന് പറയുമ്പം വെർബ് ഗോസ് ആയി. ഗോസ് ടു ദ സെമിനാർ ഹാൾ, ഗോസ് ടു ദ സെമിനാർ ഹാൾ ഫോർ കളക്ടിങ് ദെയർ. ആരുടെയാണ്? യെസ്, ഈ ഐദർ ദേ ഓർ ഷീയുടെ ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ കളക്ടിങ് ഹെർ സ്റ്റേജ് ഡീറ്റെയിൽസ് ഓഫ് ദെയർ പെർഫോമൻസ് അല്ല, ഹെർ പെർഫോമൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണോ ഐദർ ദേ ഓർ ഷീയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വെർബും പ്രൊനൗണും അതെല്ലാം ആർക്കനുസരിച്ചിട്ടായിരിക്കും? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും. മനസ്സിലായല്ലോ? നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുമ്പം നോട്ട് ഓൺലി ഐ but also she not only I but also she is not only I but also she is she is talking to, not only I but also she is അല്ല, she are എന്ന് കൊടുക്കാം. she are talking to our teacher talking to Sheena, our teacher who taught us in LP school who taught us in LP school who taught us in LP school during her, who taught us in LP school during her വേണ്ട, in her middle age അല്ലെങ്കിൽ in her 40s now retired as she reached her 60s. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റൻസ്. നോക്കിക്കോളൂ. നോട്ട് ഓൺലി ഐ but also she are talking to ഷീന. അപ്പോൾ എന്താണ്? ഞാൻ മാത്രമല്ല, അവളും ഷീനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീന അവർ ടീച്ചർ who taught us in LP school അല്ലേ? അപ്പോൾ ആ ടീച്ചർ, ഞാൻ മാത്രമല്ല, അവളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷീനയുടെ കൂടെ. ഷീനയ്ക്ക് എന്താണ് പ്രത്യേകത? ഷീന ആരാണ്? ഞങ്ങളെ ഞങ്ങളുടെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണ്. ആ ടീച്ചറിന് എന്താണ് പ്രത്യേകത? who taught us in LP school in her 40s. ആ ടീച്ചറിൻ്റെ 40കളിൽ ഞങ്ങളുടെ LP സ്കൂളിൽ പഠിപ്പിച്ച ആ ടീച്ചർ ഇപ്പോൾ റിട്ടയറായി. ആസ് ഷീ റീച്ച്ഡ് ഹെർ 60s. ഇപ്പോൾ റിട്ടയറായി. അതായത് ആ ടീച്ചറിന് 60 വയസ്സായപ്പം ആ ടീച്ചറിന് ഇപ്പോൾ 60 വയസ്സായി. സോ അതുകൊണ്ട് ആ ടീച്ചർ എന്തായി? ഇപ്പം റിട്ടയറായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. നോട്ട് ഓൺലി ഐ ബട്ട് ഓൾസോ ഷീ എന്ന് പറയണതാണ് നമ്മുടെ ഫ്രേസ്. ഇതാണ് നമ്മുടെ ഫ്രേസ്. സോ ഇതിൽ നോട്ട് ഓൺലി ഉണ്ട്, അതുപോലെ ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ് 1, ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ് 2. അപ്പോൾ ഏതൊക്കെ വെർബാണോ അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊനൗൺ ആണോ നമ്മുടെ ഈ ഫ്രേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്,
അതെല്ലാം ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് ടൂവിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ? അതെല്ലാം ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് ടൂവിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോട്ട് ഓൺലി ഐ ബട്ട് ഓൾസോ ഷീ ആർ ടോക്കിംഗ് ടു ഷീന. ഈ ആർ ടോക്കിംഗ് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യണത് ആരാണ്? ഐയും ഷീയും ആണ്. സോ ഈ ആർ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഈ ഫ്രേസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ടോക്കിംഗ് ടു ടീന, ടോക്കിംഗ് ടു ഷീന, അവർ ടീച്ചർ, ഞങ്ങളുടെ ടീച്ചറാണ് ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഈ ഫ്രേസുമായിട്ടാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ അതുമായിട്ടാണ് അസോസിയേറ്റഡ്. ടീച്ചർ ഹു ടോട്ട് അസ്, അവരാരെയാണ് പഠിപ്പിച്ചത്? ഞങ്ങളെയാണ് പഠിപ്പിച്ചത്. സോ അഗെയിൻ ഈ അസ് ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഐ ബട്ട് ഓൾസോ ഷീ, നോട്ട് ഓൺലി ഐ ബട്ട് ഓൾസോ ഷീയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇൻ എൽ പി സ്കൂൾ, എൽ പി സ്കൂളിലാണ് പുള്ളിക്കാരത്തി നമ്മളെ പഠിപ്പിച്ചത്. പുള്ളിക്കാരത്തി നമ്മളെ പഠിപ്പിച്ച സമയത്ത് ആ ടീച്ചറിന്, പുള്ളിക്കാരത്തി നമ്മളെ പഠിപ്പിച്ച സമയത്ത് ആ ടീച്ചറിന് എത്ര വയസ്സായിരുന്നു? 40 വയസ്സായിരുന്നു. ആ ടീച്ചറിന് 40 വയസ്സായിരുന്നു. ഈ ഹെർ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ടീച്ചറുമായിട്ടാണ് അസോസിയേറ്റഡ്. ഇൻ ഹെർ 40s, നൗ റിട്ടയർഡ് ആസ് ഷീ റീച്ച്ഡ് ഹെർ 60. ഈ ഷീ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ടീച്ചറുമായിട്ടാണ്. ഈ ഹെറും ടീച്ചറുമായിട്ടാണ് അസോസിയേറ്റഡ്. അപ്പോൾ ടീച്ചറുമായിട്ട്, എക്സ്ക്ലൂസീവ്ലി ടീച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഹോൾ ഐയും ഷീയും ആയി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതിനെയാണ്. സോ ഇവിടെ ആറല്ല വരണ്ടേ, ഇസാണ് വരണ്ടേ. ഇവിടെ അവർ അല്ല വരണ്ടേ, ഇവിടെ മൈ ആണ് വരണ്ടേ. ഇവിടെ അസ് അല്ല വരണ്ടേ, ഇവിടെ എന്താണ് വരണ്ടേ? ഹെറാണ് വരണ്ടേ. ഇവിടെ അസ് അല്ല വരണ്ടേ, ഇവിടെ വരേണ്ടത് ഹെറാണ്. ടോട്ട് ഹെർ ഇൻ എൽ പി സ്കൂൾ, എൽ പി സ്കൂളിൽ അവളെ പഠിപ്പിച്ചത്. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ ഐദർ നെയ്തറിൻ്റെ റൂൾ. ഐദർ നെയ്തർ നോട്ട് ഓൺലി വന്നാൽ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. യെസ്. either or, neither nor, not only but also, subject 1 subject 2 വന്നാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇതാണ്. യെസ്.